ദ വൈറ്റ് പേപ്പറിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബാങ്കിങ്ങിന്റെ ക്ലാസ് ആണ് എടുക്കുന്നത്. അതിലെ ടൈപ്സ് ഓഫ് ബാങ്കിങ് ആണ് കേട്ടോ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈപ്സ് ഓഫ് ബാങ്കിങ് ഏതൊക്കെയാന്നുള്ളതാണ് പറയുന്നത്. നോക്കാം കേട്ടോ. ഓക്കെ. On the basis of function, structure, domicile, the banking system is classified into different categories or group. എന്താ പറയുന്നത്? ഫംഗ്ഷൻ്റെ അനുസരിച്ചും സ്ട്രക്ചറിൻ്റെ അനുസരിച്ചൊക്കെ ബാങ്കിങ് സിസ്റ്റത്തിനെ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം അല്ലേ. ഡിഫറെൻറ്റ് ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ഇന്ന് നമ്മൾ പറയുന്നത് ഓൺ ദ ബേസിസ് ഓഫ് സ്ട്രക്ചർ ആണ് കേട്ടോ. സ്ട്രക്ചറിനെ അടിസ്ഥാനമാക്കിയിട്ട് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു നമുക്ക് നോക്കാം. മെയിനായിട്ട് 5 എണ്ണാണുള്ളത്. ഒന്ന് യൂണിറ്റ് ഓർ ലോക്കലൈസ്ഡ് ബാങ്കിങ്, 2 ബ്രാഞ്ച് ഓർ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്, 3 ഗ്രൂപ്പ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്, 4 ചെയിൻ ബാങ്കിങ്, 5 കറസ്പോണ്ടന്റ് ബാങ്കിങ്. ഇത്രയാണുള്ളത്. അതിൽ ഓരോന്നും എന്താണെന്ന് നമുക്കിപ്പോൾ പഠിക്കാം. ഓക്കെ. ഇനി യൂണിറ്റ് ഓർ ലോക്കലൈസ്ഡ് ബാങ്കിങ് എന്താണെന്ന് ആദ്യം നോക്കാം. A commercial bank that works with a single office is called unit banking. എന്താ പറയുന്നത്? ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു സിംഗിൾ ഓഫീസിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയാം. ദീസ് ടൈപ്സ് ഓഫ് ബാങ്ക്സ് ഡു നോട്ട് മെയിൻറ്റെയിൻ എനി അതർ ബ്രാഞ്ചസ്. ഇവരെന്ത് ചെയ്യുന്നില്ല? വേറെ ബ്രാഞ്ചുകളൊന്നുമില്ല. ഒറ്റ ഒരു ഓഫീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് ഈസ് വെൽ ഡെവലപ്ഡ് ഇൻ USA. USA-ലാണ് ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ളത് കേട്ടോ. ബിക്കോസ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ലെജിസ്ലേഷൻ. ഓരോ സ്റ്റേറ്റിനും ഓരോ നിയമങ്ങളായിരിക്കും അല്ലേ ഉണ്ടാവുക. അതുകൊണ്ടാണ് ഇത് USA-ൽ വെൽ ഡെവലപ്ഡ് ആണെന്ന് പറയാൻ കാരണം. The main reason for the development of the unit banking in America is said to be fear of monopoly in banking. എന്തുകൊണ്ടാണ് അമേരിക്കയിൽ ഇത് ഡെവലപ്പ് ആവാനുള്ള കാരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ മൊണോപ്പൊളീൻ്റെ ഫിയർ കൊണ്ടാണ്. ഏകാധിപത്യം അല്ലെ, അതിൻ്റെ ഫിയർ കൊണ്ടാണ്. ബാങ്കിങ്ങിലെ മൊണോപ്പൊളിയിലെ ഫിയർ കൊണ്ടാണ് USA-ൽ അതെന്ത് ചെയ്ത് ഡെവലപ്പ് ചെയ്തതെന്നാണ് പറയുന്നത്, ഒരു റീസൺ ആയിട്ട് പറയുന്നത്. A bank which operates in a limited area with a one independent office is called unit banking. എന്താ പറയുന്നത്? ഒരു ലിമിറ്റഡ് ഏരിയയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്ക്, ഇൻഡിപെൻഡൻ്റ് ഓഫീസായിട്ട് വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയാം അല്ലേ. യൂണിറ്റ് ബാങ്ക്സ് ആർ ലിങ്ക്ഡ് വിത്ത് ബിഗ്ഗർ ബാങ്ക്സ് ബൈ എ സിസ്റ്റം കോൾഡ് കറസ്പോണ്ടന്റ് ബാങ്കിങ്. കറസ്പോണ്ടന്റ് ബാങ്കിങ് നമുക്ക് പഠിക്കാണ്ട്. എന്താ പറയുന്നത്? യൂണിറ്റ് ബാങ്കിങ് എന്ത് ചെയ്യാണ്? ബിഗ്ഗർ ബാങ്ക്സുമായിട്ട് ലിങ്ക് ചെയ്യുവാണെങ്കിൽ, ഒരു ഓഫീസേ ഉള്ളൂ എന്ന് പറഞ്ഞു യൂണിറ്റ് ബാങ്കിങ്ങിൽ, അതെന്ത് ചെയ്യാണ്? ബിഗ്ഗർ ബാങ്ക്സ്, വലിയ വലിയ ബാങ്കുകളുമായിട്ട് ലിങ്ക് ചെയ്യാണ്. അതിന് നമുക്ക് എന്ത് പറയാം? കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയാം കേട്ടോ. ഓക്കെ. യൂണിറ്റ് ബാങ്കിങ് എന്താണെന്ന് പഠിച്ചില്ലേ? ഇത്രയേ ഉള്ളൂ. ഒറ്റ ഓഫീസേ ഉണ്ടാവുള്ളൂ. USA-ലാണ് ഇത് വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള. ഈ 2 കാര്യങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ബ്രാഞ്ച് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്താന്ന് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ബാങ്കിങ് ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ ബൈ എ സിംഗിൾ ബാങ്ക് through a network of branches spread throughout the country, sometimes even outside the country. എന്താ പറയുന്ന? ബാങ്കിങ് ബിസിനസ് നടത്തുകയാണ്. ഒരു സിംഗിൾ ബാങ്ക് എന്ത് ചെയ്യാണ്? നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യുക അല്ലെ, ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനെയാണ് നമുക്ക് എന്ത് പറയാം? ബ്രാഞ്ച് ബാങ്കിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ ഒരു സിംഗിൾ ബാങ്ക് ഒരു നെറ്റ്വർക്ക് ബ്രാഞ്ചസിന് എന്ത് ചെയ്യുക? ക്യാരി ഫോർവേഡ് ചെയ്യുക അല്ലേ. അപ്പം ഒരു കൺട്രിയിലാവാം. ഇപ്പം സംടൈംസ് ഔട്ട്സൈഡ് ദ കൺട്രി എന്ന് പറയുന്നുണ്ട്. കൺട്രിക്ക് പുറത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എ ബാങ്ക് ഹാസ് എ നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസ് കൺട്രോൾഡ് ബൈ എ സിംഗിൾ ഹെഡ് ഓഫീസ്. ഒരു സിംഗിൾ ഹെഡ് ഓഫീസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അല്ലേ. നെറ്റ്വർക്ക് ഓഫ് ബ്രാഞ്ചസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് സിംഗിൾ ഹെഡ് ഓഫീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. The affairs of each branch is managed by a manager in accordance with the direction given by the head office. ഈ ബ്രാഞ്ചിനെയൊക്കെ മാനേജ് ചെയ്യുന്ന മാനേജർ ആയിരിക്കും. എവിടെ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ച്? ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന ഡയറക്ഷൻ അനുസരിച്ച്. ദ ഹെഡ് ഓഫീസ് വിൽ കൺട്രോൾ ആക്ടിവിറ്റീസ് ഓഫ് ഓൾ അതർ ബ്രാഞ്ചസ്. ബാക്കിയുള്ള ബ്രാഞ്ചസിൻ്റെ ഒക്കെ കൺട്രോള് ഹെഡ് ഓഫീസ് ആണെന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫോളോഡ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലാണ് ഇത് ഫസ്റ്റ് ഫോളോ ചെയ്ത. ക്വസ്റ്റ്യൻ വരാം കേട്ടോ.
ബിഗ് ഫോർസ് റിലേറ്റ്സ് ടു ദ ബ്രാഞ്ച് ബാങ്ക്സ് ഇൻ ഇംഗ്ലണ്ട്. ഇത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ബിഗ് ഫോർസ് ഏത് ഏത് ടൈപ്പ് ഓഫ് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രാഞ്ച് ബാങ്കിങ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ബാങ്കിങ്. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരാം. ബ്രാഞ്ച് ബാങ്കിങ്ങിൽ ഏത് കൺട്രീനെ, ഇതിപ്പം ബ്രാഞ്ച് ബാങ്ക്സ് ഇൻ ഇംഗ്ലണ്ടിലെ കാര്യമാണ് പറയുന്നത്. ബിഗ് ഫോർസ് റിലേറ്റ്സ് ടു ദ ബ്രാഞ്ച് ബാങ്ക്സ് ഇൻ ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലെയാണ് ബിഗ് ഫോർസ് എന്ന് പറഞ്ഞ ടേം റിലേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് ബ്രാഞ്ച് ബാങ്കിങ് മെയിനായിട്ട് കണ്ടുവരുന്ന എക്സാമ്പിളാണ് ഇന്ത്യ, ഇംഗ്ലണ്ട്, ചൈന. ഇന്ത്യയിലൊക്കെ ഇപ്പം ഒരു ബാങ്കിന്റെ ബ്രാഞ്ചസ് ആയിട്ട് ഇഷ്ടംപോലെ ബ്രാഞ്ചുകൾ കുറേ സ്ഥലത്തുണ്ടാവും അല്ലേ. അപ്പം ഇന്ത്യ, ചൈന, ഇംഗ്ലണ്ട് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? ബ്രാഞ്ച് ബാങ്കിങ്ങിന് എക്സാമ്പിളാണ് കേട്ടോ. ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഡീലോക്കലൈസ്ഡ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബാങ്കിങ് ഏതാന്ന് നോക്കാം, ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ അല്ലേ. ഓക്കെ, ഇല്ല, അതിന്റെ ബെനിഫിറ്റ്സും കൂടെ ഉണ്ട്. ബെനിഫിറ്റ്സ് ഓഫ് ബ്രാഞ്ച് ബാങ്കിങ് എന്താ പറയുന്നത്? ബ്രാഞ്ച് ബാങ്കിങ്ങിന് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ. എക്കണോമീസ് ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പല പല സ്ഥലത്തായിട്ട് ബ്രാഞ്ചസ് ഇട്ടേക്കുന്നുണ്ട്. ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ലോ CRR, ഇവിടെ ക്യാഷ് റിസർവ് റേഷ്യോ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കാരണം ഓരോ ബ്രാഞ്ചിലും എന്തുണ്ടാവും? ക്യാഷ് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ട് ലോ CRR മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇപ്പം എവിടെയെങ്കിലും ഒരു നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മറ്റ് ബ്രാഞ്ചുകളിൽ നിന്ന് എന്ത് ചെയ്യാം? പണം പിൻവലിക്കാൻ പറ്റും. ഓക്കെ, ഇനി ജിയോഗ്രഫിക്കൽ സ്പ്രെഡിങ് ഓഫ് റിസ്ക്. അപ്പം അതനുസരിച്ച് റിസ്ക്കും എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ബാങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് മറ്റ് ബ്രാഞ്ചുകളെ ആശ്രയിക്കാം. ഇനി ഈസി കളക്ഷൻ ഓഫ് ചെക്ക്, അതുപോലെ തന്നെ ചെക്ക് കളക്ഷൻ നമുക്ക് ഏത് ബ്രാഞ്ചിൽ പോയാലും നടക്കും. ഈസി റെമിറ്റൻസ് ഓഫ് ഫണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഏത് ബാങ്കിൽ പോയിട്ടുണ്ടേ, അവരുടെ ഏത് ബ്രാഞ്ചസിൽ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഫണ്ട് കളക്ട് ചെയ്യാനും ചെക്ക് കളക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ബ്രാഞ്ച് ബാങ്കിങ്ങിൽ വരുന്നത്. ഇനി ഗ്രൂപ്പ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം വിച്ച് two or more separately incorporated banks are brought under the control of a holding company. എന്താ പറയുന്നത്? രണ്ടോ മൂന്നോ സെപ്പറേറ്റ്ലി ഇൻകോർപ്പറേറ്റഡ് ബാങ്ക്സിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഒരു ഹോൾഡിംഗ് കമ്പനീന്റെ കൺട്രോളിലായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടോ മൂന്നോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുന്നത് ഒരു ഹോൾഡിംഗ് കമ്പനിയാണ്. അതിനെ നമുക്ക് ഗ്രൂപ്പ് ബാങ്കിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയാം. The holding company controls the affairs of all units in the group. ആ ഗ്രൂപ്പിലുള്ള എല്ലാ കാര്യങ്ങളും, ഓൾ ദ അഫയേഴ്സും എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ആ ഹോൾഡിംഗ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആ ഹോൾഡിംഗ് കമ്പനീനെ നമുക്ക് പാരന്റ് കമ്പനി എന്ന് പറയാം. പാരന്റ് കമ്പനിയുടെ കീഴിലുള്ള മറ്റ് ബാങ്കുകളെ നമുക്ക് എന്ത് പറയാം? സബ്സിഡിയറി കമ്പനി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് വിളിക്കാം. ഓക്കെ, ദ ഹോൾഡിംഗ് കമ്പനി ഈസ് കോൾഡ് പാരന്റ് കമ്പനി ആൻഡ് ദ ബാങ്ക്സ് ആർ അണ്ടർ ദ പാരന്റ് കമ്പനി ആർ കോൾഡ് സബ്സിഡിയറി കമ്പനി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് പറയാം. ഇതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ദീസ് ബാങ്ക്സ് മേ പെർഫോം യൂണിറ്റ് ഓർ ബ്രാഞ്ച് ബാങ്കിങ്. ഇവരെന്താ ചെയ്യുന്നത്? ചിലപ്പോൾ അവർക്ക് വേണമെങ്കിൽ യൂണിറ്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യാം, അല്ലെങ്കിൽ ബ്രാഞ്ച് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യാം? പെർഫോം ചെയ്യാം അല്ലെ. ബ്രാഞ്ച് ബാങ്കിങ്ങിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ഓർ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് ആയിട്ട് ആക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. ഇനി ഗ്രൂപ്പ് ബാങ്കിങ് ഈസ് മോസ്റ്റ് പോപ്പുലർ ഇൻ USA. ലാണ് ഇത് മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ളത് കേട്ടോ, ഗ്രൂപ്പ് ബാങ്കിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ്. ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്താന്ന് പറഞ്ഞാൽ ഒരു ഹോൾഡിംഗ് കമ്പനി രണ്ടോ മൂന്നോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറയും. ആ കൺട്രോൾ ചെയ്യുന്ന ആ ഹോൾഡിംഗ് കമ്പനീനെയാണ് നമ്മൾ പാരന്റ് കമ്പനി എന്ന് പറയാം. പാരന്റ് കമ്പനീന്റെ കീഴിലുള്ളവരെ സബ്സിഡിയറി കമ്പനി അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കമ്പനി എന്ന് പറയും. അടുത്തത് ചെയിൻ ബാങ്കിങ് ആണ്. ഇറ്റ് ഈസ് എ ബാങ്കിങ് സിസ്റ്റം ഇൻ വിച്ച് two or more separately incorporated banks brought under the common control of any device other than a holding company. എന്താ പറയുന്നത്? രണ്ടോ മൂന്നോ ബാങ്കുകൾ. ഇവിടെ ചെയിൻ ബാങ്കിങ്ങിൽ രണ്ടോ മൂന്നോ ബാങ്കുകളുണ്ട്. പക്ഷെ ഇവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോൾഡിംഗ് കമ്പനി അല്ല, പകരം അതർ ദാൻ എനി ഡിവൈസ് ആണ്, ഒരു ഡിവൈസ് ആണ്. കൺട്രോൾ ഓഫ് എനി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പം ഡിവൈസ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം വെയർ ടു ഓർ മോർ ബാങ്കിങ് കമ്പനീസ് ആർ കൺട്രോൾഡ് ബൈ വൺ ഓർ ഫ്യൂ ഇൻഡിവിജ്വൽസ് ഓർ ബൈ ദ സെയിം ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ത്രൂ പർച്ചേസ് ഓഫ് ഷെയർസ് ഓഫ് സച്ച് ബാങ്ക്. ഒരു ബാങ്കിലെ ഷെയർസ് പർച്ചേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം? രണ്ടോ മൂന്നോ
ഒന്നോ അതിലധികമോ കുറച്ച് ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന് എന്ത് ചെയ്യാം, രണ്ടോ മൂന്നോ ബാങ്കുകളെ കൺട്രോൾ ചെയ്യാം എന്നാ പറയും. രണ്ടോ മൂന്നോ ബാങ്കുകളെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? കുറച്ച് ആളുകൾ, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യാണ്. എങ്ങനെയാ കൺട്രോൾ ചെയ്യുന്നത്? അവര് കൺട്രോൾ ചെയ്യാനുള്ള പവർ അവർക്ക് എങ്ങനെ കിട്ടുന്നത്? അവർ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതോടെ, ഒരു ബാങ്കിന്റെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിൽ കൂടിയാണ് ഇവർക്ക് ഈ കൺട്രോൾ കിട്ടുന്നത് കേട്ടോ. സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഡയറക്ട്ലി ഓർ ത്രൂ ദെയർ നോമിനീസ് എക്സസൈസ് കൺട്രോൾ ഓഫ് കോമ്പീറ്റിംഗ് ബാങ്ക്സ്. ഇവരെന്താ ചെയ്യുന്നത്? നോമിനീസിൽ കൂടെയോ അല്ലെങ്കിൽ അവർ ഡയറക്റ്റ് ആയിട്ടോ എന്ത് ചെയ്യുന്നു, ഈ ടാസ്കുകളൊക്കെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു അല്ലെ. അപ്പം ഇതും USA ഫേമസ് ആയിട്ടുള്ളത്. ചെയിൻ ബാങ്കിങ് USA ഫേമസ് ആയിട്ടുള്ളത്. ഇതിൽ ബ്രാഞ്ച് ബാങ്കിങ് മാത്രമാണ് ഇംഗ്ലണ്ടിൽ ഫേമസ് ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം USA കേട്ടോ ഫേമസ് ആയിട്ടുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കാം. അടുത്തത് കറസ്പോണ്ടന്റ് ബാങ്കിങ് ആണ്. It is a banking system in which the banks are linked together through the deposits by smaller banks of their cash reserves with the bigger banks. എന്താ പറയുന്നത്? ബാങ്കുകളെ തമ്മിൽ ലിങ്ക് ചെയ്യിക്കുകയാണ്. കറസ്പോണ്ടന്റ് ബാങ്കിങ് ഞാൻ ഓൾറെഡി യൂണിറ്റ് ബാങ്കിങ് എടുത്തപ്പം അതിലൊരു പോയിന്റ് പറഞ്ഞിരുന്നു. കുറെ സ്മോളർ ബാങ്ക്സ് എന്ത് ചെയ്യാണ്, അവരുടെ ക്യാഷ് റിസർവ്സ് എന്ത് ചെയ്യുക, വലിയൊരു ബാങ്കിൽ, ബിഗർ ബാങ്ക്സിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയാം. ഇപ്പൊ യൂണിറ്റ് ബാങ്കിങ്ങിന്റെ കേസ് എടുക്കുകയാണ്. യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് ഒരു ഓഫീസായിരിക്കും വർക്ക് ചെയ്യുക അല്ലെ. അപ്പൊ ആ ഒരു ബാങ്ക് വലിയൊരു ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവരുടെ റിസർവ് എന്ത് ചെയ്യാണ്, ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയാം. It is intermediate through which all the units banks are linked with the other banks. എല്ലാ യൂണിറ്റ് ബാങ്ക്സും എന്താണ്, മറ്റൊരു ബാങ്കുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ ഇന്റർമീഡിയറ്റ് ആണെന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയാം. ഇനി the bigger banks with which deposits are made called correspondent banks. ഡെപ്പോസിറ്റ് ഉണ്ടാകുന്ന ഒരു ബിഗർ ബാങ്ക്സിനെ നമുക്ക് എന്ത് വിളിക്കാം, കറസ്പോണ്ടന്റ് ബാങ്ക്സ് എന്ന് വിളിക്കാം. As the unit bank have no branches, they do their banking operations in important places through correspondent banks. എന്താ പറയുന്നത്? യൂണിറ്റ് ബാങ്കിങ്ങിൽ എന്തില്ല, ബ്രാഞ്ചസ് ഒന്നുമില്ല, ഒരൊറ്റ ഓഫീസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്യാണ്, ഇവരുടെ ബാങ്കിങ് ഓപ്പറേഷൻസ് ഒക്കെ മറ്റൊരു സ്ഥലത്തുള്ള ഇമ്പോർട്ടൻറ്റ് പ്ലേസസിൽ നമുക്ക് എന്ത് ചെയ്യണം, ബാങ്കിങ് ഓപ്പറേഷൻ ഒക്കെ നടത്തണം എന്ന് വിചാരിക്കുക യൂണിറ്റ് ബാങ്കിങ്ങിന്. അങ്ങനെയാണ് ആ കേസിൽ കറസ്പോണ്ടന്റ് ബാങ്ക് ത്രൂ ആണ് ഇവരെന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേഷൻസ് ഒക്കെ നടത്തുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി കറസ്പോണ്ടന്റ് ബാങ്കിങ് മോസ്റ്റ് ഡെവലപ്ഡ് ഇൻ USA പറഞ്ഞു. USA ബാക്കിയുള്ള എല്ലാം ഫേമസ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് നോക്കാം ഏതിലാണ് ഫേമസ് ഉള്ളത്. ഇത്രേ ഉള്ളൂ. യൂണിറ്റ് ബാങ്കിങ്, ഗ്രൂപ്പ് ബാങ്കിങ്, ചെയിൻ ബാങ്കിങ്, കറസ്പോണ്ടന്റ് ബാങ്കിങ്, ഇത്രയും USA ഫേമസ് ആയിട്ടുള്ളത്. ബ്രാഞ്ച് ബാങ്കിങ് എവിടെയുള്ളത്? ഇംഗ്ലണ്ടിലാണ് ഫേമസ് കേട്ടോ. ബിഗ് ഫോർ എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബ്രാഞ്ച് ബാങ്ക്സ് ഇൻ ഇംഗ്ലണ്ടിൽ ഫേമസ് ആണ് അല്ലെ. പിന്നെ അതേപോലെ പിന്നെന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതിൽ, യൂണിറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഓഫീസ് ആയിരിക്കും. ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് കൺട്രോൾ ചെയ്യും, ബ്രാഞ്ചസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇനി ഗ്രൂപ്പ് ബാങ്കിങ് അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനി ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു ഹോൾഡിംഗ് കമ്പനി ആയിരിക്കും രണ്ടോ മൂന്നോ ബാങ്കുകളെ ഹോൾഡ് ചെയ്യുക. ആ ഹോൾഡ് ചെയ്യുന്ന ബാങ്കിനെ നമുക്ക് പാരന്റ് കമ്പനി എന്ന് വിളിക്കാം. പാരന്റ് ബാങ്ക് അല്ലേ. അപ്പം ഇനി അവരുടെ കീഴിലുള്ള ഈ പാരന്റ് കമ്പനീന്റെ കീഴിലുള്ള ബാങ്കുകളെ നമുക്ക് സബ്സിഡിയറി ബാങ്ക്സ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ബാങ്ക്സ് എന്നൊക്കെ വിളിക്കാം. ഇനി ചെയിൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ ബാങ്കുകളെ രണ്ടോ മൂന്നോ ആളുകളോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളോ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതിന് ചെയിൻ ബാങ്കിങ് എന്ന് പറയാം. അത് ഹോൾഡിംഗ് കമ്പനി അല്ലാത്ത മറ്റെന്തും, എന്ത് ഡിവൈസ് ആണെങ്കിലും അതിന് നമുക്ക് ചെയിൻ ബാങ്കിങ് എന്ന് പറയാം. കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ചെറിയ ബാങ്കുകൾ വലിയ ബിഗർ ബാങ്ക്സിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, കറസ്പോണ്ടന്റ് ബാങ്കിങ് എന്ന് പറയാം. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ താങ്ക് യു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇതിന്റെ ബാക്കി തുടർച്ച കുറച്ച് ക്ലാസ്സും കൂടെ ഉണ്ടാവും. ടൈപ്സ് ഓഫ് ബാങ്കിങ്ങിൽ ഇനിയും വരുന്നുണ്ട്. അപ്പം പാർട്ട് 2 ഉണ്ടാവും കേട്ടോ. ഓക്കെ, താങ്ക് യു.